നേതാക്കന്മാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് അവസാനിച്ചതായിട്ട് അറിയിക്കും. അങ്ങനെ KPCC ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അതായത് രാജ്യത്ത് അരാജകത്വം ലക്ഷ്യമിട്ട് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ കോൺഗ്രസ് നടത്തിയ കലാപ നീക്കത്തിൽ പ്രതിഷേധിച്ചായിരുന്നു KPCC ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തിയത്. നേരത്തെ മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ അരാജകത്വവാദികളായ ഒരു കൂട്ടം പാറ്റകളെ അവരെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് നടത്തുന്ന ആ കലാപ നീക്കം അത് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആ അഴിഞ്ഞാട്ടത്തിനെതിരെ, അതിക്രമത്തിനെതിരെയാണ് BJP ശക്തമായ രീതിയിൽ ഇപ്പോൾ പ്രതിഷേധം നടത്തിയത്. ഇപ്പോൾ നമ്മോടൊപ്പം ശാലിനിയാണ് ചേരുന്നത്. ശാലിനി, പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ടു, ശേഷം പോലീസ് ശക്തമായ രീതിയിൽ പ്രവർത്തകരെ നേരിടുന്നുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രതിഷേധക്കാരെ പോലീസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്? പറയും. പ്രവർത്തകരെ നേരെ ജലപീരങ്കി പ്രയോഗിക്കുക, ഒപ്പം തന്നെ വനിതാ പ്രവർത്തകരെ നേരെ ജലപീരങ്കി പ്രയോഗിക്കുക, ഒപ്പം തന്നെ വനിതാ യുവമോർച്ച, മഹിളാ മോർച്ച പ്രവർത്തകരെ പുരുഷ പോലീസ് ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ BJP പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഡബിൾ ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞ പ്രതിഷേധ മാർച്ചിന്റെ ബാരിക്കേഡുകൾ ഇപ്പോൾ പ്രതിഷേധക്കാർ മറച്ചിട്ടിരിക്കുകയാണ്. KPCC ആസ്ഥാനത്തേക്ക് പോകാൻ ഇപ്പോൾ ജലപീരങ്കിയിൽ അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം ഇപ്പോഴും യുവമോർച്ച, മഹിളാ മോർച്ച പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒരടി പിന്നിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJP സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. രാഹുൽ ഉല്ലാസയാത്രയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം സംസ്ഥാനത്ത് രാജ്യത്ത് ഒരു അക്രമ സംഭവം അഴിച്ചുവിടാൻ, ഒപ്പം തന്നെ രാജ്യത്തിന്റെ ഭരണ സംവിധാനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് BJP ആരോപിക്കുകയും ചെയ്തത്. ആ ആരോപണം ശരിവെക്കുന്ന തെളിവുകളും രേഖകളും ഒക്കെ തലസ്ഥാനത്ത് നിന്ന് വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ അതിന് കോപ്പുകൂട്ടുന്ന, അതിനു വേണ്ടിയിട്ട് പ്രവർത്തകരെ ഇറക്കി വിടുന്ന, പാർട്ടികൾക്ക് വേണ്ടിയും കോക്രോച്ച് പാർട്ടിക്ക് വേണ്ടിയിട്ടും ഒക്കെ വലിയ രീതിയിൽ അവരുടെ പിന്നിൽ നിന്ന് ഒരു ഇന്ത്യ സഖ്യം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള തെളിവുകൾ വരുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ച കോൺഗ്രസിലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉയർന്നത് ആദ്യഘട്ടമെന്നോണം KPCC ആസ്ഥാനത്തേക്ക് NDA പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനും നിയമം MLAയുമായ രാജീവ് ചന്ദ്രശേഖറാണ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. വിവിധ കാലങ്ങളിൽ സംസ്ഥാനത്ത് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, തിരുവനന്തപുരം മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, കുമ്മനം രാജശേഖരൻ, മുരളീധരൻ, MLA ആയിട്ടുള്ള BB ഗോപകുമാർ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ പ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും, സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള സംസ്ഥാന സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രതിഷേധത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്നുള്ളതാണ് BJP പറയുന്നത്. സംസ്ഥാനത്ത് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന, പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ ഉയർത്തുക, അതിനൊക്കെ പിന്നിൽ ഒരു വിഭാഗം കോൺഗ്രസ്കാർ പ്രവർത്തിക്കും. അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ തിരിച്ചറിവ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടിയാണ് പ്രതിഷേധ മാർച്ചാണ് ഇവിടെ നടത്തിയത്. എന്തായാലും അദ്ദേഹത്തിന്റെ രൂപം കത്തിച്ചുകൊണ്ട് ആ പ്രതിഷേധം വൈകാരികമായി മാറുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും വനിതാ പ്രവർത്തകരെ അടക്കം ഇവിടെ നിന്ന് ഓടിക്കാൻ, പ്രവർത്തകരെ ഇവിടെ നിന്ന് പിന്തിരിച്ചു വിടാൻ ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. രണ്ട് ഘട്ടമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു
പ്രതിഷേധ മാർച്ചിന്റെ നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ വലിയ രീതിയിൽ ഒരു സംഘർഷ സാധ്യത തലസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിഷേധം തുടരുകയാണ് പ്രവർത്തകർ. അതുതന്നെയാണ്, പ്രതിഷേധം തുടരുകയാണ്. പോലീസ് ഇപ്പോൾ രണ്ടാം റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പ്രവർത്തകർ പിന്നോട്ടില്ല. ശക്തമായ രീതിയിൽ പ്രതിഷേധം തുടരുകയാണ്. ഇതിൽ സ്ത്രീകളടക്കമുള്ള യുവമോർച്ച പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ കയറി പോകണം? അതേ, ഒരടി പോലും പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ BJP പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും ഉറച്ചു നിൽക്കുകയാണ്. ജലപീരങ്കി പ്രയോഗിച്ചു, അതിനുശേഷവും പ്രവർത്തകർ അവിടെ തന്നെയുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം വീണ കൂടി ചേരുകയാണ്. വീണ, പോലീസ് പ്രതിഷേധക്കാരെ ഓടിക്കാൻ വേണ്ട എല്ലാ പരിപാടികളും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ജലപീരങ്കിയിലൊന്നും പിന്നോട്ട് പോകുന്ന രീതിയിലല്ല പ്രതിഷേധക്കാർ അവിടെയുള്ളത്. കോൺഗ്രസിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാരെ പുരുഷ പോലീസ് മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. ഓരോരോ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പറയൂ വീണ. പ്രയോഗിച്ചെങ്കിൽ പോലും പിന്നോട്ടില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് BJP പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമായി തന്നെ ബാരിക്കേഡിന് മുകളിൽ കയറുന്ന അവസ്ഥ തന്നെയാണ് BJP പ്രതിഷേധം ശക്തമായി തന്നെ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് അവർ പ്രതിഷേധിക്കുകയാണ്. ജലപീരങ്കി 2 തവണ പ്രയോഗിച്ചെങ്കിൽ പോലും തങ്ങൾ പിന്നോട്ടില്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. ശാരീരിക ബുദ്ധിമുട്ടുകൾ, ശാരീരിക അവശത അനുഭവപ്പെട്ട പ്രവർത്തകനെ ആശുപത്രിയിലേക്ക് BJP പ്രവർത്തകർ മാറ്റുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ മഹിളാ പ്രവർത്തകയെ BJP പ്രവർത്തകയെ നേരത്തെ ഇതുപോലെ തന്നെ ിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അവർ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് അവർ പ്രതിഷേധം തുടരുകയാണ്. ശക്തമായ പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസിന് നേരെ അവർ ഉയർത്തുന്നത് എന്നുള്ളതാണ്. ഭാരതത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, കലാപം നടത്തുന്നതിന് വേണ്ടി BJP നടത്തുന്ന നീക്കങ്ങളെ, കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങളെ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് BJP ഉറക്കെ പ്രതിഷേധിക്കുന്നത്. അപമാനിക്കുന്ന തരത്തിലുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. വിദേശത്ത് ഒളിച്ചിരുന്ന രാഹുൽ ഗാന്ധി BJPക്ക് വേണ്ടി, അതായത് പാർട്ടി പാർട്ടിക്ക് വേണ്ടി കുടപിടിക്കുന്നത് എന്തിനാണ്, എന്ത് ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BJP നിരവധി പേരാണ് ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിൽ പോലും തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് അവർ. ബാരിക്കേഡുകൾ ഉലുക്കിയും അവർ മുന്നോട്ട് പോകുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ശക്തമായ പ്രതിഷേധം തന്നെയാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് അടിച്ചമർത്തുവാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ പോലും അടിയറവ് പറയില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് പ്രവർത്തകരുള്ളത്. വനിതാ പ്രവർത്തകരും മുതിർന്ന BJP പ്രവർത്തകരടക്കം നിരവധി പേർ ഇവിടെ നിൽപ്പുണ്ട് എന്നുള്ളതാണ്. പോലീസിന്റെ ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങളിൽ അതിൽ തളർന്നു പോകില്ല ഭാരതീയ ജനതാ പാർട്ടി എന്നവർ ഉറക്കെ ഒരു പ്രതിഷേധത്തിലൂടെ തന്നെ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. ശക്തമായ വെയിലാണെങ്കിൽ പോലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ പ്രതിഷേധം തുടരുന്നത്. പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. എങ്കിൽ പോലും അവർ പിന്നോട്ട് പോകില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. മുദ്രാവാക്യങ്ങൾ വീണ്ടും അവർ മുഷ്ടി ചുരുട്ടി വീണ്ടും ഉയർത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്ലക്കാർഡുകൾ
ഉയർത്തിയും പാർട്ടി പതാക ഉയർത്തിയും തന്നെയാണ് അവർ ഈ ഒരു പ്രതിഷേധ നിരയിലേക്ക് അണിനിരുന്നത്. തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള BJP പ്രവർത്തകരാണ് ഈ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി തീരുന്നത്. പോലീസ് ഓരോ തവണയും പ്രതിഷേധത്തെ പ്രതിരോധിക്കുവാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ, അടിച്ചമർത്തുവാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല. ഞങ്ങളുടെ പ്രതിഷേധത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് അവർ ആ പാർട്ടി പതാക ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ബാരിക്കേഡിന് മുകളിലേക്ക് കയറി നിന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള അക്രമ സംഭവം ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസിനെ കയ്യേറ്റം ചെയ്യുന്നതിനുള്ള അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. പക്ഷേ അവർ പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് പ്രവർത്തകരുള്ളത്. വനിതാ പ്രവർത്തകരടക്കം ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ചുകൊണ്ട് തന്നെയാണ് അവർ പ്രതിഷേധിച്ചത്. ഇപ്പോൾ ബാരിക്കേഡുകൾ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് പോകാൻ സാധിക്കുമോ എന്നാണ് പ്രവർത്തകർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. പോലീസ് അപ്പുറം ഭാഗത്ത് പ്രതിരോധം തീർത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. 2 തവണ ഇതിനോടകം തന്നെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുവാനുള്ളൊരു സാധ്യത കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. പോലീസ് വാഹനങ്ങൾ, അത് പോലീസ് ബസ് അടക്കം പുറകിലേക്ക് നീക്കിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു പക്ഷേ ഈ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുവാനുള്ളൊരു ശ്രമം തന്നെയായിരിക്കും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൈയടിച്ചുകൊണ്ട് അവർ ആ പ്രതിഷേധത്തിന് ആഹ്ലാദം പ്രകടിപ്പിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസ് പ്രതിരോധം തീർക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ പ്രതിരോധങ്ങളൊക്കെ നിഷ്ഫലമായി പോകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവർത്തകർ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ബാരിക്കേഡുകൾ മാറ്റി മുന്നോട്ടേക്ക് പോകാൻ ശ്രമം നടത്തുന്ന പ്രവർത്തകരെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്രയൊക്കെ പ്രതിരോധങ്ങൾ തീർത്താലും ഞങ്ങൾ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല. കോൺഗ്രസിന്റെ ഈ തനിനിറം അത് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുക എന്നുള്ളതാണ്. ഭാരതത്തിന്റെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുക എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് ഓരോ പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി വനിതാ പ്രവർത്തകരടക്കം ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 1 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു ഈ ഒരു പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കടുത്ത വെയിലിനെ പോലും, കടുത്ത ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് അവർ ആ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു. പ്രതിഷേധം തുടരുന്നു എന്നുള്ളതാണ്. ഈ ബാരിക്കേഡ് മറികടന്ന് കുറച്ച് പ്രവർത്തകർക്ക് അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ബാരിക്കേഡിന് പുറത്താണ് കുറേ പ്രവർത്തകർ നിൽക്കുന്നത്. ആ ബാരിക്കേഡ് പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് KPCC ആസ്ഥാനത്തേക്ക് എത്തുവാൻ തന്നെയാണ് പ്രവർത്തകർ ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ്. ജലപീരങ്കി പ്രയോഗിച്ചാലും എത്രയൊക്കെ പിരിഞ്ഞു പോകാൻ അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധങ്ങളെ പ്രതിരോധിച്ച് ചെറുത്ത് തോൽപ്പിക്കുവാൻ ശ്രമിച്ചാലും അതിൽ അടിപതറില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് BJP പ്രവർത്തകരുള്ളത്. യുവമോർച്ച പ്രവർത്തകർ, മഹിളാ മോർച്ച പ്രവർത്തകർ അടക്കമുള്ള നിരവധി പേരാണ് ഇപ്പോഴും ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നവർ. ശക്തമായിട്ടുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ പ്രതിഷേധം തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആതിര.